അയ്യോ, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നേ? പെർഫോമൻസ് അടിപൊളിയാകുമ്പോ ഡയലോഗ് അങ്ങ് മറന്നുപോകും. ഡയലോഗ് അടിപൊളിയായിട്ട് വരുമ്പോ പെർഫോമൻസ് വരുന്നേ ഇല്ലല്ലോ. അവന്റെ കൂടെ അഭിനയിക്കാൻ തുടങ്ങിയ പിന്നെ പറയേ വേണ്ട. അതുകൊണ്ടാണ് ഞാനൊന്ന് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ ഇതിങ്ങനെ എന്താ ഇങ്ങനെ പറ്റുന്നേ? ഇല്ല, അയ്യോ, ഇല്ല 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 ഇല്ല, ഈ ശൈലു ഒരിക്കലും തോൽക്കില്ല. തോൽക്കാൻ പാടില്ല. ഏത് സ്റ്റാർ വന്നാലും അവരുടെയൊക്കെ മുന്നിൽ ശൈലു സൂപ്പർ സ്റ്റാർ ആയിരിക്കും. അവനെ കടത്തി വെട്ടുന്ന പോലെ ഞാൻ തീർച്ചയായും ആക്ട് ചെയ്തിരിക്കും. നീ കാത്തിരുന്നു മോനെ. പ്രിയനെ, എവിടെയാണുള്ളത് നീ? പെട്ടെന്ന് വരൂ പ്രിയനെ. മരണം വന്ന് നിന്റെ മുന്നിൽ നിന്ന് പോകാമെന്ന് പറയുന്നതിന് മുന്നേ ഒരു തവണ എന്നെ ആലിംഗനം ചെയ്യൂ പ്രിയനെ. എനിക്ക് മരണത്തെ പേടിയില്ല. നീ വരില്ലെന്നുള്ള പേടി മാത്രമാണുള്ളത്. യെസ് യെസ്, കം ഓൺ ശൈലു, യു ആർ ഗ്രേറ്റ്. ഇതാണ് നിന്റെ പെർഫോമൻസ്. ഇനി മുതൽ ഈ ശൈലുവിനെ വെല്ലുവിളിക്കാൻ ആരുമില്ല, എതിരിടാൻ പോലും ആരുമില്ല. കേൾക്കൂ, എല്ലാവരും കേൾക്കൂ. അവൻ അണിയിച്ചു തന്ന രക്തസിന്ദൂരമാണ്. അവൻ എനിക്ക് കെട്ടിത്തന്ന ഈ താലിയാണ്. അവൻ എന്റേത് മാത്രമാണ്, എന്നും എന്റേത് മാത്രം. അവനെ ശല്യപ്പെടുത്താനായി വന്നത് ആരാണെങ്കിലും ശരി, അവരുടെ തല ഞാൻ ഓർത്തു കളയും. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചാലും സുനാമി ഉണ്ടായാലും ഒന്നിനെയും എനിക്ക് ഭയമില്ല. എനിക്ക് ആരെയും തന്നെ പേടിയില്ല. പാമ്പ്, ഇത്രയും വലിയ പാമ്പോ? എന്താ പറ്റിയത് ശൈലു? ശൈലു അവിടെ കാണുന്നില്ലല്ലോ. ശൈലു, ഇതെവിടുന്നാ ഇത്ര വലിയ പാമ്പ്? ശൈലുവിനെങ്ങാനും ഇത്? എടോ, ഈ പാമ്പുകൾ മനുഷ്യൻ സമാധാനമായിട്ട് വിടില്ലല്ലോ. ഇതെന്താണ്? പാമ്പൊന്നും ചെയ്തില്ലല്ലോ. ഇതേതോ നല്ല പാമ്പാണെന്നാ തോന്നുന്നേ. പാവം. ദാക്ഷായണി, നമ്മൾ പറഞ്ഞയച്ച മഹാഘോര പീനക സർപ്പം അതിന്റെ ലക്ഷ്യം കണ്ടിരിക്കുന്നു. ഇനി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തൃശൂലിനെ കൊണ്ടുവന്നിരിക്കും. എന്നുവച്ചാൽ ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ അറിയില്ലേ? ഒരു സാധ്യതയുമില്ല. പീനകന്റെ ആ ഭീകര രൂപം കണ്ടാൽ ഉടൻ തന്നെ അവന് ബോധക്ഷയം സംഭവിക്കുന്നതാണ് ദാക്ഷായണി. നമ്മൾ അയച്ച പീനകൻ അതിന്റെ വാളുപയോഗിച്ച് അവനെ ഇവിടെ തിരികെ കൊണ്ടുവരുന്നതായിരിക്കും.
അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുവരെ അവൻ എവിടെയായിരുന്നെന്നും എന്താണ് സംഭവിച്ചതെന്നും ഒരു ഓർമ്മയും ഉണ്ടാവില്ല. അവൻ എന്റെ മുന്നിലേക്ക് എത്തിയാൽ പിന്നെ തടസ്സങ്ങളൊന്നും തന്നെയില്ല. ഞങ്ങൾ ഇരുവരും ഒന്നിക്കും. അതിനുശേഷം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കും. അവൻ വരികയാണ്. നമ്മൾ അയച്ച പീനകനിത തിരികെ വന്നുകൊണ്ടിരിക്കുക. അവന്റെ ശൗര്യത്തെ ആർക്കും തോൽപ്പിക്കാനാവില്ല. കൃഷ്ണേ, പീനകൻ ഒറ്റയ്ക്കാണ് വരുന്നത്. പീനക, നീ എന്താണ് തനിച്ചു തിരികെ വന്നത്? തൃശൂൽ എവിടെ? അവൻ എന്തെങ്കിലും അപായം സംഭവിച്ചിട്ട് നീ അവനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചുവോ? എന്താണിത്? പീനക, എന്താ നീ കാണിക്കുന്നത്? മാഡം, മാഡം എവിടെ നിങ്ങള്? ഇവിടെ എവിടെയാ? എവിടെ നീ ശബ്ദം വരുന്നേ? അല്ല, ഇനി കുറച്ചു മുമ്പ് വന്ന പാമ്പിന്റെ വയറ്റിൽ നിന്നാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ ഈ അലമാരയുടെ ഉള്ളിലുള്ളത്. പാമ്പ് പോയി കഴിയുമ്പോ പറയണേ. ഓ ഓ, അങ്ങനെയാണോ? പാമ്പ് പാമ്പ് ഇപ്പോഴാണ് മാഡം. അല്ല, അത് പിന്നെ ഈ പാമ്പ് എന്നെ തന്നെ നോക്കി നിൽക്ക. പാമ്പ് എന്നെ വിഴിഞ്ഞു കഴിഞ്ഞ പിന്നെ നിങ്ങളോട് ഞാൻ എങ്ങനെ പറയാ? നോക്കി, എന്റെ മുമ്പിൽ പത്തി മിടർത്തി നിൽക്കാത്. അയ്യോ അയ്യോ, വേണ്ട വേണ്ട നാഗരാജാവേ. ഈ പാമ്പിന് നല്ല രീതിയിൽ വിശപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ആദ്യം എന്നെ, പിന്നെ നിങ്ങളെ രണ്ടുപേരെയും വിഴുങ്ങുന്നുള്ളത് ഉറപ്പാ. എന്ത് ചെയ്യും മാഡം? മാഡം എന്ത് ചെയ്യും മാഡം? അയ്യോ, എനിക്ക് പേടിയാവുന്നേ. അയ്യോ, നീ ഒരു കാര്യം ചെയ്. ഞാൻ ഈ അലമാരയുടെ വാതിൽ പെട്ടെന്ന് തുറക്കാം. നീ പെട്ടെന്ന് അതിനകത്തേക്ക് കയറി വാ. ഓക്കെ. ഓ അയ്യോ, വേഗം മാഡം, വേഗം ഒന്ന് ഓപ്പൺ ചെയ്യ്, വേഗം മാഡം. പെട്ടെന്ന് വാ. സൈഡ് താ എനിക്ക്. എന്താ ഇപ്പൊ ചെയ്യാ? അയ്യോ, എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല മാഡം. എന്താ ഇപ്പൊ ചെയ്യാ? ഓട്ടങ്ങി ഒതുങ്ങി നിന്നോടാ നീ. ഞാൻ എന്ത് ചെയ്യാനാ? വേണ്ടാത്തത് എന്തെങ്കിലും കാണിച്ചാലേ കുത്തി കൊന്നോളേ ഞാൻ. ഇല്ല മാഡം, ഞാൻ ഡിസൈൻ താഴ്ത്ത്, കൈ താഴ്ത്ത്. കൃഷ്ണേ, നമ്മൾ പറഞ്ഞയച്ച പീനകൻ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നു. എന്തെങ്കിലും ചെയ്ത് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. വാ പീനക, ഒന്നും ചെയ്യരുത്. പീനക, വേണ്ട പീനക. ഇതിനെ കൊന്നില്ലെങ്കിൽ ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല.
വന്നാട്ടെ ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ. അഹങ്കാരി കാലുമേ കാലും കയറ്റിട്ട് കിടന്ന് ഉറങ്ങുന്നു. ഇവന്റെ അഹങ്കാരത്തിനെ നല്ല ഇടിയ വെച്ചു കൊടുക്കണത്. പങ്കു കാപ്പി കൊണ്ടുവാ. വരുന്നു. കരുനാഗപ്പള്ളിയിൽ വാച്ച്മാന്റെ ഒപ്പം വീട്ടിലെ പെൺകുട്ടി ഇറങ്ങിപ്പോയി. കഷ്ടം. കലികാലം. പ്രേമം അസ്ഥിക്ക് പിടിച്ച ആരും ആരുടെ കൂടെ ഇറങ്ങിപ്പോവും. ശൈലിന് കൊടുത്തോ? കൊടുക്കാൻ പോവാ, കൊടുത്തിട്ട് വരാം. ഒന്ന് കൊടുത്തിട്ട് വാ. ശൈലു, അതെ ശൈലു മുറിയിലില്ല. അപ്പുറത്തേക്കാനും കാണും, പോയി നോക്ക്. കൊറോണ കുറഞ്ഞു. ചേട്ടാ, അവൾ അവിടെ ഇല്ല. അത് കൊള്ളാം. നിനക്ക് വയസ്സാവുന്നതോറും ഇപ്പൊ കണ്ണും കാണാൻ പാടില്ല. ഞാനൊന്ന് നോക്കട്ടെ. തങ്കമണി, മുത്തുമണി, പക്രു, ഇങ്ങോട്ട് വന്നടാ. എടാ എണീറ്റ് വാടാ. നിങ്ങള് ശൈലുവിനെ കണ്ടോ? കണ്ടല്ലോ. എപ്പോഴാണ്? രാത്രി കിടക്കുന്നതിന് മുമ്പ്. ഏയ്, ഇതെന്താ തമാശ പറയേണ്ട സമയമാണോ? തമാശ ഒക്കെ സ്റ്റേജിൽ മതി, ഇവിടെയല്ല. ഇന്ന് കണ്ടോന്ന്? ഇല്ല. പോയി നോക്ക് വേഗം. ഇതിപ്പോ എവിടെ പോവാനാ? കട്ടിലിന്റെ അടിയിൽ എങ്ങാനും കാണും. ശൈലു, 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 ശൈലു. ചേച്ചി, ചേച്ചി, ചേച്ചി. അയ്യോ ചേച്ചി. എടി മുത്തുമണിയേ. എന്താടി തങ്കമണി? അവിടെ നമ്മുടെ ശൈലുവിനെയും കാണുന്നില്ല, ഇവിടെ കിടന്നുറങ്ങിയ സീറോനെയും കാണുന്നില്ല. ഇനി എങ്ങാനും ശൈലു ഈ സീറോയുടെ കൂടെ എന്തോ ഉണ്ട്. ആരെ പറ്റി നീ പറയുന്നറിയോ? ഈ പശുപതിയുടെ അനിയത്തിയുടെ മകളാണവൾ. നിങ്ങളെ പോലെ അല്ല. ഞാൻ വരയ്ക്കുന്ന വരയ്ക്ക് അപ്പുറം പോകില്ല. എവിടുന്നോ കയറി വന്ന അഡ്രസ് ഇല്ലാത്ത ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നവളല്ല അവള്. ശരിക്കും പോയി നോക്ക്. ശൈലു, ശൈലു, ഇത് എവിടെ പോയി ഇവള്? എടി മുത്തുമണി. എന്താടി തങ്കമണി? ഈ ശൈലു എങ്ങാനും എന്റെ ഹീറോനെ കൊണ്ട് ഓടിപ്പോയി കാണുമോടി? എന്റെ ഹീറോ ആടി. ഓ വേഗം വാ ശൈലു. ഇവള് എവിടെ പോയി കിടക്കാണ്? തുറന്നു നോക്കി. ഓ ഈ സമയത്ത് എന്റെ കീയും കാണുന്നില്ല. ഈ ഡോറിനി എങ്ങനെ തുറക്കാനാ? എടി തങ്കമണി. എന്താണ് മുത്തുമണി? അങ്ങോട്ട് നോക്കി. എങ്ങോട്ട്? അങ്ങോട്ട്. അത് നമ്മുടെ ശൈലു ഇന്നലെ ഇട്ട ഡ്രസ് അല്ലേടി? അയ്യോ, ഞാനും ചെയ്തിട്ടില്ല, ഞാനും ചെയ്തില്ല. ഒന്നും ചെയ്തില്ലേ? എന്താ ഇവിടെ സംഭവിച്ചേ? അയ്യോ, എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ഓവർ ആക്ടിങ് ചെയ്യുന്നേ? ഇന്നലെ രാത്രിയെ ഇവിടെ ഒരു വലിയ പാമ്പ് വന്നു. അതിനെ കണ്ട് പേടിച്ചിട്ടേ ഞാൻ ഓടി അലമാര കേറി. ഇവനും അതെ, ആ പാമ്പിനെ കണ്ട് പേടിച്ചോടി ഇതിനകത്തേക്ക് കേറി വന്നു. അവനകത്തേക്ക് കേറി വന്നതും കറക്റ്റ് ആയിട്ട് അലമാര ലോക്ക് ആവുകയും ചെയ്തു. അതാ ഉണ്ടായത്. അതേ നടന്നുള്ളൂ, അതോ വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഏയ്, അവൻ വായി തോന്നിയൊന്നും പറഞ്ഞില്ല. നീയാണ് തോന്നിവാസം കാണിച്ചിട്ടൂടെ നിൽക്കുന്നത്. അമ്മ വാ ഇങ്ങോട്ട്. എന്തു പറ്റി? നിങ്ങൾ ഏതോ പൂജയൊക്കെ ചെയ്ത് ശക്തി പ്രാപിച്ച് തൃശൂലിനെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. തോറ്റുപോയി. ഞങ്ങളുടെ പ്രയത്നം വിഫലമായി. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ ദിഗ്വിജയ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്. അവന്റെ പിറകിൽ ഏതോ ഒരു അജ്ഞാത ശക്തിയുണ്ട്. ഞങ്ങൾ സൃഷ്ടിച്ചയച്ച സർപ്പം അവനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ടതായിരുന്നു. ആ സർപ്പം അവനെ കൂട്ടിക്കൊണ്ടു വന്നില്ല. ഞങ്ങളെ ഇരുവരെയും അത് ആക്രമിക്കാനും ശ്രമിച്ചു. സംശയിച്ചത് തെറ്റിയില്ല. അവനെ മറ്റേതോ ഒരു ശക്തി സഹായിക്കുന്നുണ്ട്. ദിഗ്വിജയ, ഞങ്ങൾ പറഞ്ഞയച്ച മഹാശക്തി ദുന്ദുബി അതും തോറ്റു തിരികെ വന്നു. ഘോര സർപ്പത്തിന് പോലും തോൽവി സംഭവിച്ചിരിക്കുന്നു. എന്നുവെച്ചാ അവനെ മറ്റേതോ ഒരു ശക്തി സഹായിക്കുന്നുണ്ട് എന്നല്ലേ? പറയൂ ദിഗ്വിജയ,
കുറച്ചു കാലമാണെങ്കിലും ആ നാഗമാണിക്യം നീ സൂക്ഷിച്ചിരുന്നതല്ലേ? അതിനെ പൂജിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിനക്ക് ചില ശക്തികൾ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആ ശക്തിയുടെ പ്രഭാവം കൊണ്ടല്ലേ നിന്റെ മകൻ എന്റെ അടുത്തേക്ക് വരുന്നത് നീ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഈ വീട്ടിൽ മരണമുണ്ടാകും ദിഗ്വിജയ. കൃഷ്ണേ, നിങ്ങൾ എന്തിനാ വീണ്ടും ഇങ്ങനെ സംശയിക്കുന്നത്? ഇപ്പോഴത്തെ എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണെന്ന് 1000 തവണ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു. നിങ്ങൾ പറയും പോലെ അങ്ങനെ ഒരു ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്റെ ഈ ശരീരത്തെ ഞാൻ തന്നെ രക്ഷിക്കില്ലായിരുന്നു. കൃഷ്ണേ, ഇത് എന്റെ വീടാണ്. ഇവിടെ ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ. തൃശൂൽ ഇവിടെ വന്നാൽ ഉടനെ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. ഈ കല്യാണം തടയാനായിട്ട് ഇവിടെ ആർക്കും സാധ്യമല്ല. നിങ്ങൾ സമാധാനമായിട്ട് ശൈലു, ഇതൊക്കെ എന്താ മോളെ? എന്താ അമ്മാവാ? അവൻ ഈ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസമായില്ല, അതിനിടയ്ക്ക് തന്നെ ഇങ്ങനൊക്കെ ആയോ? നോക്ക് ശൈലു, അവനൊരു ഇത്തിരി ചാൻസ് കൊടുത്താ അവൻ നിന്റെ തലമേ കയറി ഇരുന്ന് നിരങ്ങും. വന്ന് നീ ഇപ്പൊ അവന്റെ കൂടെ. എന്റെ അമ്മായി, നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, രാത്രിയെ വലിയൊരു പാമ്പ് വന്നു. അതിനെ കണ്ട് പേടിച്ചിട്ടേ ഞാൻ അലമാര കേറി. ഇതിലെന്താ ഇത്ര തെറ്റുള്ളത്? ഇല്ല മോളെ, ഇതിൽ നിന്റെ പേരിൽ ഒരു തെറ്റുമില്ല. നീ ഇപ്പൊ വായി തോന്നിയൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ കേട്ട് ഞങ്ങളിവിടെ നിൽക്കുവാണല്ലോ. അത് ഞങ്ങളുടെ തെറ്റ്. പാമ്പ് വന്നത്രേ, അതും വലിയ പാമ്പ്. കഥ എഴുതുന്ന എന്നോട് കഥ പറയാ? അമ്മാവാ, ഈ ശൈലു അങ്ങനെയൊന്നും കള്ളം പറയില്ല എന്ന് നിങ്ങൾ രണ്ടുപേർക്കും അറിയുന്നതല്ലേ? ആ സീറോയ്ക്ക് നാടകത്തിൽ തന്നെ എന്റെ മുന്നിൽ ഹീറോ ആവാൻ പറ്റുന്നില്ല. എന്നിട്ടാണോ അവൻ ജീവിതത്തിൽ ഹീറോ ആവാൻ പോകുന്നത്? എന്റെ റേഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ ഇങ്ങനെ പറയുന്നല്ലോ. അത് ശരിയാടി, നിന്റെ റേഞ്ച് കണ്ടിട്ട് എന്റെ കണ്ണിന്റെ റേഞ്ച് ഔട്ടായി പോയി. വന്ന ദിവസം തന്നെ ഇങ്ങനെ. ഇനി അവനെങ്ങാനും ഇവിടെ 1 വർഷം നിൽക്കേണ്ടി വന്നാലോ? അമ്മായി, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ വിശ്വാസമേ ഇല്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വീട്ടിലെ എന്റെ വാക്കിന് ഒരു വിലയുമില്ല. വില തരാമെന്നേ, എന്റെ വാക്കിന് വില തന്ന റൈറ്റർ, ആക്ടർ, പ്രൊഡ്യൂസറായ ഈ പശുപതി പറയുന്നതിന് വില തന്നാൽ നിന്റെ വാക്കിന് ഞാൻ വില തരാം. എന്താ അമ്മാവാ അത്? നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ച് അപമാനമാകുന്നതിനേക്കാളും മുമ്പ് എത്രയും വേഗം തന്നെ നിന്നെ കെട്ടിച്ചു വിടുന്നതാ നല്ലത്. കല്യാണോ? എനിക്ക് ഇത്ര പെട്ടെന്നോ? അത് തന്നെ മോളെ, എന്റെ വാക്കിന് വില കൊടുക്കണമെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ഇവിടെ ഒരുത്തൻ 6 മാസമായിട്ട് നിന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് തന്നെ അവനോട് വരാൻ പറയാം. പറയാനുള്ളതൊക്കെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം ഞാൻ നടത്തും. വീണ, എന്തിനാ നീ വരാൻ പറഞ്ഞത്? നീ എന്തോ വിഷമത്തിലാണെന്ന് തോന്നുന്നല്ലോ. സന്തോഷം വരുന്ന പോലെ എന്തെങ്കിലും വീട്ടിൽ നടന്നാലല്ലേ അജിത്ത്? അച്ഛനെ കാണാനില്ല, ഏട്ടത്തെയാണേൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ചേട്ടനാണേൽ ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല. ഏട്ടത്തി മരിച്ചതിന്റെ മുറിവ് മാറുന്നതിന് മുൻപ് തന്നെ ചേട്ടന് മറ്റൊരു കല്യാണം നടത്താൻ എല്ലാരും തീരുമാനിച്ചു. അജിത്ത്, ചെറിയച്ഛനാണെങ്കിൽ ഒന്നിനും ഒരു താല്പര്യം കാണിക്കാത്ത ഒരാളാ. എന്നാൽ ചേട്ടന്റെ കല്യാണത്തിന്റെ കാര്യത്തില് വീണ, അയാള് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാലുടനെ അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇവരെല്ലാരും ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുവാണ് അജിത്ത്. പ്ലീസ്, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്ത് ചെയ്യണോന്ന് നീ പറ. നിന്റെ കയ്യില് മഹാശക്തി ഉണ്ടല്ലോ, ആ ശക്തി ഉപയോഗിച്ച് എന്റെ ചേട്ടൻ എവിടെയാന്ന് കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ? നിനക്ക് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാവോ? ഞാൻ വിളിച്ചോണ്ട് വരാം. തൃശ്ശൂർ എവിടെയുണ്ടെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. നീ വിഷമിക്കണ്ട. ഹലോ, എന്താണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? എന്താണ് കാര്യം? അല്ല ചേട്ടാ, സമാധാനമായിട്ടിരിക്കുന്നത് പോലെ ക്രൈമായിട്ടാണല്ലോ പറയുന്നേ. അതല്ലടാ, ഇന്ന് വിത്ത് കോസ്റ്റ്യൂം റിഹേഴ്സൽ എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് ഇവിടെ ആരും റെഡിയായിട്ട് കാണുന്നില്ല. ഓ അതോ,
ഇന്ന് ഞങ്ങളുടെ ചേച്ചി മാത്രമേ കോസ്റ്റ്യൂം മാറുന്നുള്ളൂ. നാടകത്തിലല്ല, ജീവിതത്തില്. കല്യാണത്തിനുള്ള ഗെറ്റപ്പ്, വരനെ കാണാനുള്ള സെറ്റപ്പ്.